ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാട്ടേക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്യാവശ്യം എന്തായാലും കാണേണ്ട വീഡിയോ ഉണ്ടോ, കാരണം ഒരു എഞ്ചിനോട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അഴിച്ചപ്പോൾ ഇത് എഞ്ചിൻ പണി ചെയ്തേക്കണ വണ്ടിയാണ്, പക്ഷേ ഇത് പോയി, എഞ്ചിൻ തവിടുകൂടിയായി പോയി. അപ്പോൾ എഞ്ചിൻ പോകാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം വേണമല്ലോ എന്ന് വിചാരിച്ച് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കണ്ടൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സീലൻ്റ് ഇട്ടിട്ടാണ് നമുക്ക് മുറുക്കാൻ പറ്റുള്ളൂ, അതായത് സമ്പ് മുറുക്കുന്ന സീലൻ്റ് ഇട്ടിട്ടാണ്. ഇത് കംപ്ലീറ്റ് ഇവിടെ നടന്നിട്ട് ഇത് കണ്ട ഇതിനുള്ളിൽ നോക്കി, ഇതിനുള്ളിലുണ്ടായതാണ്. എന്തൊക്കെയാണെന്നൊരു പിടിയില്ല. ഞങ്ങൾ സംഭവിച്ചപ്പോൾ കണ്ട അവസ്ഥകൾ ഇതൊക്കെയാണ്. ഇതിനുള്ളിൽ കംപ്ലീറ്റ് ഈ കിടക്കുന്നതിൽ ഒരു 90% ഈ വക പാർട്ടിക്കിൾസ് ഉണ്ട്, അതായത് നമ്മുടെ സീലൻറ്റിൻ്റെ കഷ്ണങ്ങളാണ്. അപ്പോൾ സീലൻറ്റ് കണ്ടമാനം ഇട്ടിട്ട് വന്നേക്കണാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് കണ്ട, ഇത് കംപ്ലീറ്റ് ഈ സീലൻറ്റിൽ വന്നിരിക്കുന്ന സാധനമാണ്. ഇതൊന്നും വരുന്നില്ല, അയച്ചപ്പോൾ കുറേ പോന്നേക്കണാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി പോയേക്കണുണ്ട്. കംപ്ലീറ്റ് സീലൻറ്റിൻ്റെ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ചതഞ്ഞകത്തേക്ക് കയറിയ പാർട്ടിക്കിളായിരിക്കണം ഇതിനുള്ളിൽ ഇങ്ങനെ വന്ന് അടിഞ്ഞിട്ട് ഓയിൽ പമ്പിങ് ഇല്ലാണ്ടായിരിക്കണം ഈ സാധനം അടിച്ചു പോയി. അപ്പോൾ ഇതിന് ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എഞ്ചിൻ അയച്ചു കഴിഞ്ഞാൽ ഈ സാധനത്തിൽ സീലൻ്റ് ഇട്ടുമ്പോൾ ഒന്നിലേക്ക് വളരെ കുറച്ച് സീലൻ്റ് മര്യാദയ്ക്ക് ഇടുക, അല്ലാണ്ട് ഇതേമാതിരിയൊക്കെ ഇട്ട് ഇതിങ്ങനെ ആയിപ്പോവും. അപ്പോൾ ഇതിന് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സീലൻ്റ് ഉപയോഗിക്കാതെ വേറെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്യാസ്കറ്റ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ വന്നുണ്ട്, ഗ്യാസ്കറ്റ് വന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇതിനു മുമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, അത് നമ്മുടെ ഇരിപ്പുണ്ടത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം, കാരണം ഇതിനകത്ത് പറ്റിയേക്കണ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഇത് കംപ്ലീറ്റ് ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. കണ്ടത് ഇതുണ്ട്, ഇതുപോലെ ഇങ്ങനെ നമ്മളിത് മുറുക്കണ സമയത്ത് ഒരുപാടായി കഴിഞ്ഞ് ഇത് അകത്തേക്ക് വരും. അപ്പോൾ ഈ അകത്തേക്ക് വരുന്ന സമയത്ത് ഇത് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിൽക്കും. പിന്നെ ഇത് വർക്ക് ചെയ്ത് ഇതിങ്ങനെ അടന്നു പോകും. അടന്ന് നേരെ ഇതിൻ്റെ അകത്തേക്ക് വലിച്ചിട്ട് ഇതുപോലെ കയറും. കണ്ടോ, ഇപ്പോൾ ഈ സ്റ്റെയിനർ കംപ്ലീറ്റ് അടഞ്ഞേക്കാണ്. ഇങ്ങനെ നിറച്ചുണ്ടായിരുന്നു. സ്റ്റെയിനർ അടഞ്ഞുകൊണ്ടാണ് ഇതിനകത്ത് ഓയിൽ പമ്പിങ് ഇല്ലാണ്ടായിട്ടുണ്ടായിരിക്കും. എഞ്ചിൻ ഇപ്പോൾ കംപ്രഷൻ ഇല്ലാണ്ടായിപ്പോയി. ഇപ്പോൾ ഈ ഒരു സൈഡ് കംപ്രഷൻ ഇല്ലാണ്ട് പോയേക്കാം, ഒട്ടും കിട്ടണില്ല. ഇത് അഴിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത്. കണ്ടോ, അത് തന്നെ ആയിരിക്കണം ചതഞ്ഞൂത്തി ഈ ഒരു കോലത്തിലേക്ക് ആയേക്കണം. എനിക്ക് തോന്നുന്നത് ഇത് ഈ എഞ്ചിൻ പണിതത് എവിടെയായാലും നമുക്കറിയില്ല. കാരണം ഈ എഞ്ചിനിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതുണ്ട്, കംപ്ലീറ്റ് ഗ്യാസ്കറ്റാണ് ഇതിന് പകരം. അതായത് ഇവിടെ ഇത് കിട്ടുന്ന ഗ്യാസ്കറ്റ് ഇതൊന്നും കിട്ടുന്ന അറിയില്ലാത്തതുകൊണ്ടായിരിക്കണം. ഇതുണ്ട്, ഇവിടെ വരെയും ഈ സാധനം ഇട്ട് വെച്ചിരിക്കുക, അതിൻ്റെ ഉള്ളിലൊക്കെ നിറച്ചതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തായാലും നിങ്ങൾ എഞ്ചിൻ പണിയുണ്ട് സംഭവിക്കേണ്ടതെന്നുണ്ടെങ്കിൽ 100% എത്ര ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഈ ഗ്യാസ്കറ്റ് തപ്പിയെടുത്ത് ഈ സാധനം കിട്ടുന്ന സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഈ സംഗതിയും കാണിച്ചു തരാം എന്താണെന്ന്. അപ്പോൾ ഇങ്ങനെ പറ്റിക്കൊണ്ടായിരിക്കണം ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ എഞ്ചിൻ ഫുള്ളായിട്ട് പണിയണം. കാരണം ഒരു കംപ്രഷനേ ഇല്ല, ഒരു സിലിണ്ടറിൽ ഒന്നും സംഭവിക്കണില്ല, വെറുതെ അടിച്ച് പോവുകയാണ്. അങ്ങനെ ആയിപ്പോയി അത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഇതിൻ്റെ ഗ്യാസ്കറ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ ഗ്യാസ്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഒറിജിനൽ വന്നില്ല, കമ്പനി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സീലൻ്റ് ഇടാൻ തന്നെയാണ്. കാരണം ഞങ്ങൾ ബുക്കിലൊക്കെ കുറേ അരിച്ചു പറക്കി മേടിൽ തപ്പിയതാണ്, എൻ്റെ ബുക്കിലൊന്നും ഇല്ല ഇങ്ങനെ ഒരു ഗ്യാസ്കറ്റ് പാർട്ട് നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇത് ആഫ്റ്റർ മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും ഉപകാരമുള്ളൊരു സാധനമാണ്. കാരണം ഇത് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത് നല്ലതൊരു ഗ്യാസ്കറ്റിന് മുറുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി വരും. ഇതിനകത്ത് തന്നെ ഈ വണ്ടി ഓട്ടത്തിൽ ഈ സംഭവം എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓയിൽ ലീക്ക് വരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു 90% വണ്ടിയിലും ഇതുപോലെ ഇവിടെ ഓയിൽ ലീക്ക് കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാ ബോൾട്ടുകളൊന്നും മുറുക്കി കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഇത് കുറേ ബോൾട്ട് നമുക്ക് മുറുക്കാനേ പറ്റില്ല, കാരണം മെമ്പറിൻ്റെ അടിയിലായിരിക്കും, അതുകൊണ്ട് മുറുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിലാണെങ്കിൽ നമുക്കൊരു തട്ടൊക്കെ തട്ടിയാലും റബ്ബർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാസ്കറ്റാണ് ഇതിനകത്ത് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പിന്നെയും ഒന്ന് മുറിക്കാലൊക്കെ ലീക്ക് മാറും. അല്ലെങ്കിൽ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ലീക്ക് വന്നാലത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഇതുപോലെ വലിച്ച് പുറത്തിറക്കണം, അല്ലെങ്കിൽ അടിയിലെ മെമ്പർ വരെ ഊരിക്കഴിഞ്ഞാലാണ്. അതായത് മെമ്മർ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്, ഇതാണ് ഈ മെമ്മർ എന്ന് പറഞ്ഞ ഭാഗം. കണ്ട, അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഇവിടെ നിന്ന് ഊരി മാറ്റിയാൽ മാത്രമേ നമുക്കിത് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആകെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫൗണ്ടേഷനിൽ മാത്രം എഞ്ചിൻ നിൽക്കും. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് വേണം ഇതൊക്കെ ഊരിയെടുക്കാൻ. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കംപ്രസറൊക്കെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്, ഭയങ്കര പാടാണ് അത് ഊരിയെടുക്കൽ. അപ്പോൾ എഞ്ചിൻ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഇത് നമ്മൾ അഴിക്കുവാണെങ്കിൽ ഇങ്ങനൊരു ഗ്യാസ്കറ്റ് ഇടണമാണ് നല്ലത്. പിന്നെ മെയിനായിട്ട് ഈ വണ്ടിക്ക് വന്നൊരു കംപ്ലയിൻറ്റ് ഞാൻ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അതിപ്പോൾ ഞാൻ ഇവിടെ കിട്ടിയതുകൊണ്ട് പറഞ്ഞാണ്. ഈ MPFI വണ്ടിക്ക് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഒരു വയർ ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇതുപോലെ കണ്ട, ഇതാണ് മെയിൻ വയറാണ്. ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഈ ഒരു മെയിൻ വയറാണ്. ഈ ഒരു മെയിൻ വയർ കോൺടാക്റ്റ് കിട്ടാണ്ട് പോയേക്കണതാണ്. അപ്പോൾ നമ്മളത് ഇതിനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കോപ്പർ സ്ലീവ് ചെയ്യണത്. അപ്പോൾ കോപ്പർ സ്ലീവ് ചെയ്യണം എങ്ങനെയാണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വീഡിയോ ഇട്ടിടാം. നമ്മൾ കോപ്പറിൻ്റെ ട്യൂബ് കയറ്റിയിട്ട് ക്രിമ്പ് ചെയ്തിട്ട് ചെയ്യണം, അല്ലാണ്ട് ഇങ്ങനെ കൂട്ടിപ്പിരിച്ചൊന്നും വെച്ചിട്ടൊരു കാര്യമില്ല. ഇങ്ങനെ കൂട്ടിപ്പിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് കോൺടാക്റ്റ് കിട്ടാണ്ട് പോകും. അപ്പോൾ ഇനി നമുക്ക് പോയിട്ട് ആ ഗ്യാസ്കറ്റ് ഒന്ന് കാണാം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ മൂന്ന് ടൈപ്പ് കൂടി ഇരിപ്പുണ്ട്, ഞാൻ മൂന്നും കാണിച്ചു തരാം. ആണ് ഇതിൻ്റെ ചേമ്പർ ഗ്യാസ്കറ്റ് എന്ന് പറയുന്നത്. ഇത് MPFIക്കും കാർബറേറ്ററിന് 2 ടൈപ്പ് ഉണ്ട്. അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് MPFIയുടെയാണ്. MPFIയുടെ വരണതാണ് ഇതിങ്ങനെ റബ്ബറിൻ്റെ. കണ്ട, ഇവിടെ ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് MPFIക്ക് ഏതൊരു ഇതിൽ നമുക്കറിയില്ല, ഇപ്പോൾ ഞാൻ ഓയിൽ പമ്പ്
ഓയിൽ പമ്പിന് ഇവിടെ ഒരു ഹോളുണ്ട്. ചിലപ്പോൾ ഇത് അടുത്ത സീരീസിലേക്ക് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ക്രാങ്ക് പൊസിഷൻ സെൻസറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഹോൾ അവിടെ ഇട്ടിരിക്കുന്നത്. നമുക്കറിയില്ല അതെന്താണെന്ന്. പക്ഷേ നിലവിൽ അത് ആഴ്ചയിലൊന്നും ഉണ്ടായില്ല. അപ്പോൾ MPFക്ക് ഈ ഒരു രീതിയിലുള്ള സാധനം പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ സമ്പ് അങ്ങനെ ഇരിക്കുന്നത്. സമ്പിൻ്റെ അവിടെ ഒരു കുഴിയുണ്ട്. ആ ഭാഗം അവിടെ സമ്പ് ഞാൻ കാണിച്ചിട്ടാവുന്നു. അപ്പോൾ ഇത് കാണിച്ചിട്ടാന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ ഇതുണ്ട, ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഈ ഒരു രീതിയിലാണ് ഇത് ഇരിക്കുന്നത്. ഇതിനകത്ത് ഉണ്ടോ MPFയുടെ ഉണ്ട്. ഇത് ഈ ഒരു രീതിയിലിരിക്കും. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇതിൻ്റെ ഓയിൽ പാൻ്റെ എടുക്കുക. ഇവിടെ കാണിച്ചു തരാം. ഇതിൻ്റെ ഓയിൽ പാൻ ഇവിടെ ഒരു ഹോളൊക്കെ ഉണ്ട്. അതാണ് ഇവിടെ ഒരു പ്രൊവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കാർബറേറ്ററിന് വന്നിട്ട് ഇവിടെ ഇത് ഉണ്ടാവില്ല. ശരിക്കും പമ്പ് ഇതുപോലെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ ഇത് വന്നിട്ട് നേരെ ഇങ്ങനെ സ്ട്രൈറ്റ് പോയൊക്കെ ആയിരിക്കും. ഇത്ര ഉണ്ടാവുള്ളൂ അതിൻ്റെ ഓയിൽ സമ്പിൽ. ഇവിടെ ഇങ്ങനെ ഒരു കുഴിയില്ല. അതിന് പോലെ ഇത് സ്ട്രൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇത് ഇടാം, ഏത് വേണമെങ്കിലും ഇടാം. ഇപ്പോൾ ഈ റബ്ബറിൻ്റെ സാധനം തന്നെ ഇടാം, കുഴപ്പമില്ല. പക്ഷേ അതിന് സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയുള്ള സമയങ്ങളിൽ ഇതിൻ്റെ പമ്പ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു പ്രശ്നം വന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർബറേറ്ററിന് വന്ന പമ്പിൽ ഈ ഒരു ഹോളുള്ള കണ്ടേക്കണം. അപ്പോൾ അത് നിങ്ങൾ എസ്റ്റീമിൻ്റെ പമ്പ് എടുക്കണം. എസ്റ്റീമിൻ്റെ പമ്പ് സെയിമാണ്. എസ്റ്റീമിൻ്റെ പമ്പാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹോളില്ലാത്തത് ഗുഡ്മോയിൽ കാണിക്കുന്നുണ്ട്. എനിക്കറിയില്ല അപ്പോൾ ഇവിടെ കിട്ടുമെന്ന്. ഞാനപ്പോൾ സായിൽ ചോദിച്ചു നോക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പറിൽ കിട്ടുകയാണെങ്കിൽ നമുക്കത് നടത്താം. പിന്നെ ബാക്കി കാർബറേറ്ററിൻ്റെ ഉള്ള സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. പിന്നെ വിലയും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇതിന് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ 250 രൂപ റേഞ്ചാട്ടോ ഇതിൻ്റെ വില. 250 അങ്ങനെ എന്തോ ആണിത്. ഇത് പക്ഷേ നമ്മുടെ ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല. ഈ സംഭവം നമ്മുടെ കോട്ടയത്ത് ആണ് കിട്ടിയത്. കോട്ടയത്ത് ഫ്രണ്ട്സ് എന്ന് അങ്ങനെ എന്തോ ഒരു പറഞ്ഞ കടയുണ്ടെന്നാണ് പറയുന്നത്. കോട്ടയത്ത് എവിടെയുണ്ട്, അവിടെ നിന്നാണ് ഇത് കിട്ടിയത്. അവിടെ നിന്ന് എനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മേടിച്ചാൽ എനിക്ക് അയച്ചു തന്നാണ്. അപ്പോൾ ആളുടെ ഞാൻ പറഞ്ഞത് 2 മേടിച്ചോളാൻ പറഞ്ഞിട്ട് പുള്ളി 2 മേടിച്ചു തന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട, ഇത് കാർബറേറ്ററിന് വേണ്ടിയിട്ടും വേണമെന്ന് പറഞ്ഞിരുന്നത്. കാർബറേറ്റർ പക്ഷേ ഇതിനധികം വിലയൊന്നും ഇല്ലെന്ന് പറഞ്ഞത്. എന്തോ 100 രൂപ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, 150 രൂപ അങ്ങനെ എന്തോ പറഞ്ഞു. പക്ഷേ ഈ സംഭവം കൊറിയർ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു കോലത്തിലായിരുന്നു. ഒടിഞ്ഞെരിഞ്ഞ് പോയി കണ്ട. കാരണം ഇത് ഒടിയണ മെറ്റീരിയലാണ്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാണ്ട് ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ. പക്ഷേ നമുക്കിത് ഒടിയാണ്ട് കിട്ടി ഇത് മതിയായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ കോട്ടയത്ത് തന്നെയുള്ളൊരു ഇവിടെ വന്ന പിള്ളേരുണ്ട് നമ്മുടെ സെയിം സ്ഥിരം, അവരോട് പറഞ്ഞിട്ട് അവർ മേടിച്ച് കാറി കയറ്റി കൊണ്ടുവന്നാണ് ഈ സാധനം. ഇത് ഒടിയുമെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട് ഇതിന്. അപ്പോൾ ഇതിൻ്റെ വില ഇതിനകത്ത് 260 കണ്ട. 260 എഴുതിയേക്കണം. സെൻ പെട്രോൾ 260 എഴുതിയേക്കണം. ഇത് കാർബറേറ്ററിൻ്റെ. അപ്പോൾ ഈ സംഭവം എന്തായാലും കൊറിയറിയൽ നടക്കില്ല ഇത്. പക്ഷേ MPF കൊറിയർ ചെയ്യാട്ടോ ഒരു കുഴപ്പമില്ല. കാരണം റബ്ബറാണ് കണ്ട. ഇതിങ്ങനെ ചുറ്റിക്കൂട്ടിയാലൊന്നും ഒരു കുഴപ്പമില്ല, നല്ല സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പനി ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് ഇതൊരു കമ്പനിയായിരുന്നു, ഫിനിക്സ് കണ്ട. ഇത് ഫിനിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടോ. ഇതിൻ്റെ ചേമ്പർ ഗ്യാസ്കറ്റ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് കണ്ട. ചേമ്പർ ഗ്യാസ്കറ്റ് ചേമ്പർ എന്നൊക്കെ എഴുതിയിരിക്കണേ. ഇത് ഈ ഒരു കമ്പനിയാണ് ഫിനിക്സ്. പിന്നെ വന്നത് ഇത് വന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒടിഞ്ഞെരിഞ്ഞു പോയ സാധനം എഴുതിയത് ഇത് അപ്രിസ്റ്റിക് അങ്ങനെ എന്തോ ഒരു സാധനമാണ് വന്നിരിക്കുന്നത്. ചേമ്പർ ഗ്യാസ്കറ്റ് സെൻ ജിപ്സി കിങ് എന്ന് എഴുതിയിട്ടുണ്ട്. സെന്നും ജിപ്സി കിങ്ങും. പിന്നെ അപ്പോളോൻ്റെ കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഇത് അപ്പോളോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആയിരുന്നു. അപ്പോളോ ഗ്യാസ്കറ്റ് അങ്ങനെ എന്തോ ആയിരുന്നു കവറും ഉണ്ടായി. കവർ നമ്മുടെ ഇത് മിസ്സായിപ്പോയി. അപ്പോൾ അത് ഇതിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ സാധനം കിട്ടും. അപ്പോൾ നിങ്ങളിത് എന്ത് ബുദ്ധിമുട്ടിയാലും കോട്ടയത്ത് ഇതുണ്ട് നിലവിൽ. അപ്പോൾ പല സ്ഥലത്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എനിക്കറിയില്ല. നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾ എഞ്ചിൻ അടിക്കേണ്ട സംഭവം അടിക്കേണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇമാരിയുടെ സാധനം മേടിച്ചാൽ ഇത് കയറണമായിരിക്കും ഏറ്റവും സേഫ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞുള്ള രീതിയിൽ അഴിച്ചിട്ട് ഇമാരി സീലൻ്റൊക്കെ ഇട്ട് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ പോയി കുടുങ്ങിക്കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് വേറെ ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ പിന്നെ സീലൻ്റ് അതേമാതിരി നമ്മൾ കുറച്ച് നമ്മുടെ ഡിസ്റ്റോർഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 100 പോലെ ഇടാവുള്ളൂ, അല്ലാണ്ടൊന്നും ഇടരുത്. അധികമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇത് ചാടിക്കിടന്നകത്തേക്ക് പോകും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സംഭവം കമ്പനി ഇറക്കിയിട്ടില്ല അത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഇപ്പോൾ ഉണ്ടാവും MPFയുടെ നല്ല ക്വാളിറ്റി ഉണ്ട്, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഗ്രൂവ് വരെ ഉണ്ട്. ഇത് അടിക്കുമ്പോൾ ഇതിൻ്റെ സമ്മിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഗ്രൂവ്സ് ഉണ്ട്. ഓയിൽ പാൻ്റെ സമ്മിൻ്റെ അടിയിൽ ഓയിൽ പാൻ ഉണ്ട്. ഓയിൽ പാൻ്റെ ഇതുപോലെ ഗ്രൂവ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ആ ഗ്രൂവിൻ്റെ അകത്ത് കയറുന്ന അതുപോലെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര പെർഫെക്റ്റാണിത് MPFയ്ക്ക്, ഒരു പ്രശ്നമില്ല. അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിത് മേടിക്കാം. പക്ഷേ ഈ കാർബറേറ്ററിന് വന്നിട്ട് ഇത് ഇങ്ങനെയാണ് കണ്ടോ, ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് വന്നിട്ട് ഈ ഭാഗം നമ്മൾ എഞ്ചിൻ്റെ അവിടേക്ക് മുറുക്കാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ഇത്തിരി ക്വാളിറ്റി ഉണ്ട്. കാരണം ഇത് ഒടിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞാൻ ഒടിച്ചു നോക്കിയില്ല. കാരണം വളച്ച ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വേസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതിനൊന്നും ചെയ്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതും കൊറിയർ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. കാരണം MPF കൊറിയർ ചെയ്യാൻ പറ്റുള്ളൂ, ഇത് കൊറിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി. കാരണം ഇത് ആ ഒരു പ്രശ്നം കണ്ടുകൊണ്ടാണ്, ആ വണ്ടിയിലായ പ്രശ്നം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം വേറെ കുറേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഞാൻ കുറേ നാളായിട്ട് അന്വേഷിച്ചിടക്കായിരുന്നു. കാരണം എൻ്റെ വണ്ടിയിൽ ഇത് തന്നെ പ്രശ്നം, ചെറിയ ഓയിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇത് അഴിച്ച് സീലൻ്റൊക്കെ ഇടും. അപ്പോൾ ഞാൻ അന്നോട്ട് അന്വേഷിക്കണമെങ്കിൽ ഒരു ഗ്യാസ്കറ്റ് കിട്ടുമെന്ന്. അപ്പോൾ കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ വിചാരിച്ചത് നമുക്ക് കുറേ ഉണ്ടാക്കിയെടുക്കാമെന്ന് ചോദിച്ചാൽ ഓയിൽ ഗ്യാസ്കറ്റ് വെച്ചപ്പോൾ നമുക്ക് നഷ്ടമുള്ളൂ. കാരണം നമ്മൾ ഇത്രയും വലിയൊരു ഷീറ്റ് മേടിച്ചിട്ട് അതിന് ഈ രീതിയിൽ വെട്ടിയെടുത്ത് വെക്കുമ്പോൾ അത് വേസ്റ്റായി പോകും. അപ്പോൾ അതും ഒരു പ്രാക്ടിക്കലല്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിയണതും കിട്ടുന്നത്. അപ്പോൾ ഇതെനിക്ക് വേണ്ടി അങ്ങനെ വരുത്തിയപ്പോഴാണ് പിന്നെ MPF ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതും കൂടി വരുത്തിച്ചത്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് അന്വേഷിച്ചത്. നിങ്ങളപ്പോൾ എല്ലായിടത്തും കിട്ടണമാണ്. കാരണം ഇത്
ഇങ്ങനെയുള്ള സാധനം വരുമ്പോൾ ഇതുപോലെ വിൽക്കണമാകുമ്പോൾ എന്തായാലും കിട്ടും. അപ്പോൾ ഇത് അന്വേഷിക്കുക. വണ്ടിയുടെ സംഭവിക്കുമ്പോൾ ഈ സാധനം മേടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനമുള്ള പ്രശ്നങ്ങൾ തീരും. ഈ സീലിൻ്റെ അകത്ത് പോയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ.